ഇനി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് 7 കളികൾ മാത്രം. പ്ലേ ഓഫിലേക്ക് കയറുമോ അതല്ലെങ്കിൽ പുറത്തിരിക്കുമോ കണ്ടു തന്നെ കാണാം. കേരളത്തിന്റെ സ്വന്തം ബ്ലാസ്റ്റേഴ്സിന് ISLന്റെ പുതിയ സീസൺ പ്ലേ ഓഫിൽ കയറി കൂടാനാവുമോ എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ആദ്യമായി നിറയുകയാണ്. ഇനി 7 കളികളാണ് സീസണിൽ പ്ലേ ഓഫ് വരുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരുന്ന ഓരോ കളിയും നിർണായകമാണ്. 17 മത്സരങ്ങളിൽ 21 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ജയത്തേക്കാളേറെ തോൽവിയുണ്ട് കൂട്ടിന്. 6 മത്സരങ്ങളിൽ വിജയം കൈവരിച്ച ടീം 8 ഇനങ്ങളിലാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ഒടുവിലത്തെ കളി ഉൾപ്പെടെ ഇതിനകം 3 സമനില നേടിക്കഴിഞ്ഞു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്കെതിരായ ശനിയാഴ്ച നടന്ന മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് വിരോചിത സമനില നേടിയത്. കളി തുടങ്ങി 30ാം മിനിറ്റിൽ പ്രതിരോധ താരം ഐബൻ ഡോളിംഗ് ഒറ്റയടിക്ക് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. എന്നാൽ ആള് കുറഞ്ഞെങ്കിലും ആവേശത്തിന് പുൽമൈതാനത്ത് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഇരുപക്ഷത്തിനും ഗോളടിക്കാനുള്ള അവസരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന മത്സരത്തിൽ തങ്ങൾക്കെതിരെ ഗോളടിപ്പിക്കാതിരിക്കാനുള്ള 2 ടീമുകളുടെയും ശ്രമങ്ങൾ അവസാന നിമിഷം വരെ വിജയകരമായി തുടർന്നു. അവസാന നിമിഷത്തിലെങ്കിലും ഒരു ഗോളടിക്കുമെന്ന പ്രതീതി ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നു. ജനുവരി 5-ന് പഞ്ചാബിനോടുള്ള എവേ മത്സരത്തിൽ 74ാം മിനിറ്റ് 9 പേരുമായി മരണക്കളി കളിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് വിജയ കിരീടം ചൂടിയത്. എന്നാൽ ഇവിടെ ഗോളടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ടീമിലെ മുൻനിര താരങ്ങളായിരുന്ന ഡിഫൻഡർ പ്രീതം കോട്ടാൽ, മലയാളി ഫോർവേഡ് KP രാഹുൽ, മധ്യനിര താരം അലക്സാണ്ടർ കോയ്, ജോഷിയ സെറ്റാരിയോ തുടങ്ങിയ ഒരുപിടി താരങ്ങൾ ടീം വിട്ട കാലം കൂടിയാണിത്. പ്രീതം, രാഹുൽ തുടങ്ങിയവരെല്ലാം സ്ഥിരമായി പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നവരാണ്. ഇതുകൂടാതെ ലോണിൽ പോയ പ്രബീർ ദാസ്, ബ്രൈസ് മിറാണ്ട തുടങ്ങിയവരുടെ അസാന്നിധ്യവും നിർണായകമാവും. പുതുതായി ടീമിലെത്തിയ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദുസാൻ ലഗോറ്റോ, ചെന്നൈയിൻ FC-യുടെ പ്രതിരോധ താരം യുംന ബിക്കാഷ് എന്നിവർക്ക് ടീമിന്റെ കളിരീതികളുമായും മറ്റും ഇണങ്ങി വരാനും സമയമെടുക്കും. 16 മത്സരത്തിൽ 36 പോയിന്റോടെ മോഹൻ ബഗാനാണ് പട്ടികയിൽ മുന്നിൽ. ആദ്യ 6-ൽ വരാനായി ഇനി മഞ്ഞപ്പടയ്ക്ക് 7 കളിലെ മികവുറ്റ പ്രകടനം ഉറപ്പാക്കേണ്ടി വരും. കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ FC-ക്കെതിരെ 24-നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഫെബ്രുവരി 15-ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഹോം ഗ്രൗണ്ടിലും ഏറ്റുമുട്ടും. കാത്തിരുന്ന് കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ അതോ ഇല്ല. വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർക്കൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്.